ദേശീയ പണിമുടക്കിൽ വലഞ്ഞ് ജനങ്ങൾ. നിലമ്പൂരിലും ജനജീവിതത്തെ ബാധിച്ചു. മലപ്പുറം നിലമ്പൂർ KSRTC ഡിപ്പോകളിൽ സമരാനുകൂലികൾ തടഞ്ഞ സർവീസുകൾ പോലീസ് ഇടപെട്ട് നടത്തി. ഇടത് തൊഴിലാളി സംഘടനകൾ നിലമ്പൂർ ടൗണിലും വലത് തൊഴിലാളി സംഘടനകൾ നിലമ്പൂർ പോസ്റ്റ് ഓഫീസിലേക്കും മാർച്ച് നടത്തി. നിരവധി പേർ 2 മാർച്ചുകളിലായി പങ്കെടുത്തു. എടക്കര, ചുങ്കത്ര, ചാലിയാർ, വഴിക്കടവ്, അമരമ്പലം, കരുളായി, മൂത്തേടം, പോത്തുകൽ എന്നിവിടങ്ങളിലും പണിമുടക്ക് ഏതാണ്ട് പൂർണ്ണമാണ്. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങളിൽ പ്രതിഷേധിച്ച് 10 പ്രതിപക്ഷ തൊഴിലാളി സംഘടനകൾ സംയുക്തമായി നടത്തുന്ന ദേശീയ പണിമുടക്ക് നിലമ്പൂരിലെ ജനജീവിതത്തെയും ബാധിച്ചു. സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തുന്നില്ല. നിലമ്പൂർ ഡിപ്പോയിൽ നിന്നും ഗൂഡല്ലൂരിലേക്ക് KSRTC നടത്തിയ സർവീസ് പണിമുടക്ക് അനുകൂലികൾ തടഞ്ഞെങ്കിലും പോലീസ് ഇടപെട്ടതിനെ തുടർന്ന് എതിർപ്പ് മറികടന്ന് സർവീസ് നടത്തി. ഇത് ജനങ്ങൾക്കേറെ സഹായകമായി. തുറന്നു പ്രവർത്തിച്ച പൊതുമേഖലാ ബാങ്കുകൾ സമരക്കാർ ബലമായി ഇടപെട്ട് അടപ്പിച്ചു. കടകമ്പോളങ്ങൾ അടഞ്ഞുകിടക്കുകയാണ്. ഇരുചക്ര വാഹനങ്ങളും സ്വകാര്യ വാഹനങ്ങളും ഏതാനും ഓട്ടോറിക്ഷകളും സർവീസ് നടത്തുന്നത് ജനങ്ങൾക്ക് ആശ്വാസമാകുന്നുണ്ട്. ഇന്നലെ സ്വകാര്യ ബസ്സുകൾ നടത്തിയ സൂചനാ പണിമുടക്കിന് പുറമെ ഇന്ന് സംയുക്ത തൊഴിലാളി സംഘടനകൾ നടത്തുന്ന പൊതുപണിമുടക്ക് കൂടി വന്നത് ജനങ്ങളെ ഏറെ ദുരിതത്തിലാക്കി. ദേശീയ പണിമുടക്ക് മറ്റ് സംസ്ഥാനങ്ങളിൽ നാമമാത്രമാണെങ്കിലും സംസ്ഥാനത്ത് ഏതാണ്ട് പൂർണ്ണമാണ്. മലപ്പുറം KSRTC ഡിപ്പോയിൽ നിന്ന് പോലീസ് സംരക്ഷണത്തിൽ ഏതാനും സർവീസുകൾ നടത്തി. KSRTC സർവീസുകൾ നടത്താൻ നിലമ്പൂരിലും പോലീസ് സംരക്ഷണം നൽകുന്നുണ്ട്. സർക്കാർ ഡയസ് നോൺ പ്രഖ്യാപിച്ചതിനാൽ ഇന്ന് ജോലിക്ക് ഹാജരാകാത്തവർക്ക് ഇന്ന് ശമ്പളം ലഭിക്കില്ല. നിലവിലെ 4 ലേബർ കോഡുകൾ തൊഴിലാളിക്ക് ഏറെ ദോഷം ചെയ്യുന്നതാണെന്നും തൊഴിലാളികളുടെ അവകാശങ്ങളിലുള്ള കടന്നുകയറ്റമാണിതെന്നുമാണ് തൊഴിലാളി സംഘടനകൾ പറയുന്നത്. ഈസ്റ്റ് ലൈവ്, നിലമ്പൂർ.